പിന്നീട് തൊപ്പി അറസ്റ്റിലായി. സമാനമായിട്ടുള്ള പല കേസുകളിലും തൊപ്പി ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത്തരത്തിലൊരു ആന്റി സോഷ്യൽ പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് അവിടെ നിന്നും പിന്നീട് തൊപ്പി വളർന്നു വരികയായിരുന്നു. സത്യത്തിൽ നിയമപരമായിട്ട് നമ്മൾ അന്ന് കൊടുത്ത പരാതിയിലൊക്കെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിഫോർമേഷന് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷന് സാധ്യതയുണ്ടോ എന്നുള്ള സാഹചര്യങ്ങളായിരുന്നു നമ്മൾ പരിശോധിച്ചത്. സ്വാഭാവികമായിട്ടും അന്ന് ഈ പറയുന്ന വലിയ പ്രായമൊന്നും ഈ തൊപ്പിക്കില്ല. മാത്രമല്ല അദ്ദേഹം തന്നെ ഒരു വിക്ടിം കാർഡ് ഇറക്കുകയും ഈ ഇദ്ദേഹത്തിന് ഒരു ടോക്സിക് പാരന്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ പാരന്റിങ്ങിന്റെ വിഷമതകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. കുടുംബത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടിയിട്ടില്ല. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഈ കളവും അത്തരത്തിൽ കാര്യങ്ങളിലേക്കൊക്കെ ഒരു ആന്റി സോഷ്യൽ എലമെന്റ്സ് ഒക്കെ അട്രാക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു വേർഷൻ അദ്ദേഹം പറയുകയും, അതുകൊണ്ട് തന്നെ ഞങ്ങളെ പോലുള്ള ആളുകള്, പൊതുപ്രവർത്തകരും പോലീസും ഒക്കെ ഇദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് അന്നാ പോയത്. പക്ഷേ അതൊരു ലുക്ക് ഹോൾ ആയിട്ട് ഈ തൊപ്പി എടുക്കുകയും പിന്നീട് ഒരു സാമ്രാജ്യം തന്നെ പാരലൽ ലോകത്ത് ഈ പറയുന്ന ജെൻ ആൽഫയെയും ജെൻസിയെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിൽ ഭൂരിപക്ഷവും സ്കൂൾ ഗോയേഴ്സ് ആയിട്ടുള്ള ചെറിയ കുട്ടികൾ, മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ പിടിച്ചുകൊണ്ട് ഈ തരത്തിൽ ഈ അശ്ലീലത എന്നുള്ളത് മാത്രമല്ല, ന്യൂഡിറ്റി എന്നുള്ളത് മാത്രമല്ല, അതിഭീകരമായി സമൂഹത്തെ വേട്ടയാടുന്ന ഈ രാസലഹരികളുടെ ഉപയോഗം സംബന്ധിച്ച അല്ലെങ്കിൽ അതിന്റെ വിപണനം സംബന്ധിച്ച വിശദാംശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രചരണം ഉണ്ടായി. പൂർണ്ണമായിട്ടും അരാഷ്ട്രീയവാദം ഈ പറയുന്ന ഫോളോവേഴ്സ് ആയിട്ടുള്ള മില്യൺ കണക്കിന് ആളുകളിലേക്ക്, കുട്ടികളിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ എന്താണോ ഈ പറയുന്ന സമൂഹത്തിൽ കുട്ടികൾ അവരുടെ പ്രായത്തിൽ പഠിക്കേണ്ടാത്തത് എന്നുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന തൊപ്പിയുടെ ഫാക്ടറിയിൽ നിന്ന് ഉത്പാദിപ്പിച്ച് യഥേഷ്ടം പാരലൽ ലോകത്തിരുന്നു കൊണ്ട് 4 ചുമരുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തൊപ്പി വളർന്നു. പിന്നീട് നമ്മളൊന്നും, അതായത് ഈ പൊതുസമൂഹം ഒന്നും അറിയാത്തൊരു ഒരു വലിയ രീതിയിലായിരുന്നു തൊപ്പിയുടെ ആ ഒരു 4 ചുമരുകൾക്ക് ഉള്ളിലിരുന്നു കൊണ്ട് ഈ പാരലൽ ലോകത്തുള്ള പ്രവർത്തനം എന്നൊക്കെ വിലയിരുത്തേണ്ടി വരും. കാരണം ലക്ഷങ്ങളുടെ കോടികളുടെ ഇടപാടുകളാണ് ഈ ഗെയിമിങ്ങും അതുപോലെ സ്ട്രീമിങ്ങും അപ്പുറത്തേക്ക് തൊപ്പി നടത്തുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ വിവരങ്ങള് ശരിയായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പായിട്ട് ഈ വിഷയം ജനശ്രദ്ധയിലേക്ക്, പൊതുമധ്യത്തിലേക്ക് വന്നിട്ടുള്ളത് ഇവരുടെ തന്നെ ഇടയിലെ കുറച്ച് ആളുകൾ, അവരുടെ ഗ്യാങ്ങിന്റെ ഉള്ളിലെ പൊട്ടിത്തെറികൾ, അത് സാമ്പത്തികമായിട്ടും ഈ പറയുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടും ഈവൻ പോക്സോ അട്രാക്ട് ചെയ്യുന്ന വിഷയങ്ങൾ, അത് 1 or 2 വിഷയങ്ങളല്ല, നമ്പർ ഓഫ് കേസസ്, അത് എത്രത്തോളം ഗുരുതരമായിട്ട് മലയാളി പൊതുസമൂഹം കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. പോക്സോ ഉൾപ്പെടെ മൈനേഴ്സ് ആയിട്ടുള്ള 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളെ ലൈംഗികമായി സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്, ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ഈ തൊപ്പിയോടൊപ്പം, ഈ നിഹാദിനോടൊപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ്. അവർ ഒരു കൺഫെഷൻ എന്നുള്ള രീതിയിലാണ് അവരിപ്പോ പറയുന്നത്. അതായത് ഞങ്ങളും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്, പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ തലപ്പത്തുള്ളത്, ഇത് പൂർണ്ണമായിട്ടും കോൺസ്പയർ ചെയ്തിട്ടുള്ളത്, ഈ കോൺസ്പിറസിയുടെ തലവൻ എന്ന് പറയുന്നത് തൊപ്പിയാണ്. അപ്പൊ ഈ തൊപ്പിക്ക് വരുന്ന മയക്കുമരുന്ന് സംവിധാനത്തിന്റെ കാര്യങ്ങളായാലും ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ മൈനേഴ്സ് ആയിട്ടുള്ള ആളുകളെ ആക്രമിച്ചതിന്റെ കാര്യങ്ങളാണെങ്കിലും അതിന്റെ തെളിവുകൾ ഉണ്ട് തങ്ങളുടെ പക്ഷം. ഇത് പോലീസ് കേസെടുക്കേണ്ട വിഷയമാണ്, തെളിവുകൾ പോലീസിന് നൽകാം എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് ഈ തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ നടത്തിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പാരലൽ വേൾഡ് തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. കാരണം നമ്മളന്ന് ഈ പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു ടൗണിലെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ടതാണ്, ഈ സ്കൂളിൽ യൂണിഫോം ഇട്ട് പോയിട്ടുള്ള കുട്ടികൾ ഈ പറയുന്ന പരിപാടിയിൽ വീട്ടുകാരോട് പറയാതെ വരികയും അവർ ഓൺലൈൻ ചാനലുകളോട് ഇതൊന്നും അറിയാതെ സംസാരിക്കുകയും തൊപ്പിയെ ഒന്ന് തൊടാൻ, തൊപ്പിയുടെ ഈ അശ്ലീല വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൊപ്പി ഈ പറയുന്ന നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയാലും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആയാലും ഒക്കെ അബ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ
വളരെ മ്ലേച്ഛമായിട്ട് വളരെ മോശമായിട്ട് തെറി പറയുന്നത്, അതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒരു വലിയ ജനതയുണ്ട് എന്നുള്ളതാണ്, ഒരു സമൂഹമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം. രണ്ട്, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തൊപ്പിയുടെ ഗ്യാങ്ങിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെങ്കിൽ 18 വയസ്സ് തികയാത്ത ഒരുപാട് ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ ആരാധനയുടെ പേരിലും അവർ ഈ തൊപ്പിയോടുള്ള ഓൺലൈൻ സ്ട്രീമിങ്ങിന്റെയും ഗെയിമിങ്ങിന്റെയും ആ ഒരു അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് സെൽഫി എടുക്കാൻ വരുന്ന ആളുകൾ, പരിചയപ്പെടാൻ വരുന്ന ആളുകൾ, ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആളുകൾ, അത്തരത്തിൽ വരുന്ന ആളുകളെ വളരെ കൃത്യമായിട്ട് വളരെ ഇന്റൻഷനലി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി ഇവരെ ലൈംഗികമായിട്ടോ അല്ലാതെയോ ഒക്കെ ചൂഷണം ചെയ്യുകയും ഈവൻ പല കേസുകളിലും ഈ പ്രഗ്നൻസി ഉണ്ടാവുകയും അത് ടെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്ന, ഫോഴ്സ്ഫുൾ ആയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും ഈ വെളിപ്പെടുത്തലുകൾ പറയുന്നുണ്ട്. കൂടാതെ മെത്താഫിറ്റമിൻ, MDMA, പിന്നെ അത്തരത്തിലുള്ള രാസലഹരികൾ, ഈ മെത്തഫിറ്റമിൻ ആണ് ഇദ്ദേഹത്തിന്റെ ഫേവറേറ്റ് എന്ന് തുറന്നു പറയുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ കാണും. പക്ഷേ ഇതിന് ദൗർഭാഗ്യകരമായി ബന്ധപ്പെടാനോ മറ്റോ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടോ ഇതിനുശേഷം ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോഴൊക്കെ? അല്ല, ഞാൻ നേരത്തെയും ഏറ്റവും ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെതിരെ പരാതിയായിട്ട് വരുമ്പോഴും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരാളുണ്ട്, ഇത്തരത്തിൽ നമ്മൾ അറിയാത്ത നമ്മളുടെ വീടുകളിലെ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇത്തരം ഒരു ആന്റി സോഷ്യൽ ബീയിങ്ങിനെ വളർത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പിൽ നൽകിയപ്പോൾ പോലും ഏതെങ്കിലും ഘട്ടത്തിൽ നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന കണ്ണൂരിലുള്ള നിഹാദിന്റെ കുടുംബവുമായിട്ടും അയൽവാസികളൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ അവിടെ നിന്നാണ് ഇദ്ദേഹം അവർക്ക് പോലും തലയുയർത്തി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു അന്ന് നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇദ്ദേഹം കമ്മ്യൂണലായിട്ട് മതത്തിന്റെ ഒരു ഷാഡോ കൂടെ ഇതിൽ കൊണ്ടുവരികയും മതപരമായിട്ട് ഉള്ള റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ആയിരുന്നു തനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു തിക്താനുഭവത്തിൽ നിന്ന് തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വിക്ടിം കാർഡ് ഇറക്കിയിരുന്നു ആ ഘട്ടത്തിൽ. അതാണ് പിന്നീട് തൊപ്പി മാറി തൊപ്പി മറ്റ് തെറി പറയുന്നില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പൊതുസമൂഹത്തിൽ ഒരു ഇമേജ്, ഒരു ഡ്യുവൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയും അത്തരത്തിൽ സമൂഹം തന്നെ പിന്നീട് ഇദ്ദേഹത്തെ ഈ തൊപ്പി എന്ന ആന്റി സോഷ്യലിനെ 4-5 കേസുകൾ, തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നത്, പബ്ലിക് ഓർഡറിനെയും മൊറാലിറ്റിയും ചോദ്യം ചെയ്യുന്നത്, ഓൺലൈൻ ഒബ്സിനിറ്റി കാണിച്ചതിന്റെ പേരിൽ, അപ്പൊ അത്തരത്തിൽ ഒരുപാട് കേസുകളിൽ ബുക്ക് ചെയ്തിട്ട് ജാമ്യത്തിലുള്ള തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെ പിന്നീട് നമ്മുടെ പൊതുസമൂഹത്തിലെ ചില ആളുകൾ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലുള്ള വലിയ ഒരു ടാഗ് നൽകുകയും വലിയ ഒരു പൊസിഷനിലേക്ക് അവരോധിക്കുകയും അത് ഒരു പറ്റം സമൂഹം ഏറ്റെടുക്കുകയും അത് തൊപ്പിക്ക് വളരാനുള്ള വലിയൊരു വളമായി, വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് കേരളത്തെ മാറ്റുകയും ചെയ്തിട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അതിനൊരു വലിയ ഉത്തരവാദിത്വം ഈ സാമൂഹ്യ മാധ്യമത്തിലെ ബുദ്ധിജീവികൾക്കുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരാൾ മാറാൻ ശ്രമിക്കുമ്പോൾ എന്തിന് പിന്തുടർന്ന് വേട്ടയാടുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ പൊതുസമൂഹം അവരെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു നിലപാട് പോലും അന്നും ഇന്നും പൊതുസമൂഹം എടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തൊപ്പി ഇപ്പോഴും പല മാധ്യമങ്ങൾക്കും ഓൺലൈൻ ചാനലുകൾക്കും സമൂഹത്തിലെ പല ആളുകൾക്കൊക്കെ ഇൻഫ്ലുവൻസറാണ്, സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ്. അത് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന 2097 മുതൽ 14 വരെയുള്ള പിന്നെ ജെൻസിയെയും 14 മുതൽ 2026 വരെയുള്ള ജൻ ആൽഫയൊക്കെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ നിർവാദം ഇത്തരം ആന്റി സോഷ്യൽ, നിയമവിരുദ്ധ, അതിനേക്കാൾ അപ്പുറത്തേക്ക് പോക്സോയും NDPS ഒക്കെ അട്രാക്ട് ചെയ്യുന്ന ഗൗരവകരമായ കുറ്റകൃത്യം തൊപ്പി തുടരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ റിട്ടേൺ പരാതിയുമായിട്ട് എന്റെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കേസ് ഇപ്പം സൈബർ പിന്നെ എറണാകുളം കൊച്ചി റൂറൽ സൈബർ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഈ കേസ് ഒട്ടും സാറ്റിസ്ഫാക്ടറി അല്ല. കാരണം ഏകദേശം 4-5 ദിവസം പിന്നെ DGP അത് സൈബർ ഓപ്പറേഷൻസ് കേരളയ്ക്കൊക്കെ കൈമാറി. അവിടെ നിന്ന് അത് SP സൈബർ ഓപ്പറേഷൻസ് കേരള പിന്നെ അത് DCPക്ക് കൈമാറി.
അതുകൂടാതെ DCPക്ക് ഞാനൊരു പ്രത്യേക കംപ്ലൈന്റ് കൊടുത്തു. ഈ പരാതികളൊക്കെ കൊടുക്കുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് ആ പരാതികളിൽ ഈ പറയുന്ന കേസെടുക്കാൻ പാകത്തിലുള്ള ഈ ക്രൈം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള URLകൾ, ലിങ്കുകൾ, അത്തരത്തിലുള്ള ഇവന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, തൊപ്പി ഗ്യാങ്ങിന്റെ വെളിപ്പെടുത്തലുകൾ, ഇത്തരത്തിലുള്ള മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും നൽകിയാണ് ഞാൻ പരാതി നൽകിയത്. പക്ഷേ 2 ആഴ്ച സമയം പോലീസ് ഈ അന്വേഷണം എന്നുള്ള പ്രഹസനത്തിന്റെ പേരിൽ നടത്തുകയും DCP ഓഫീസിൽ മണിക്കൂറുകളോളം പോയി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം അത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടെ സമയമെടുത്തുകൊണ്ട് തന്നെ എന്റെ മൊഴി രേഖപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അവിടെ കേസെടുക്കാൻ പറ്റാതെ ഇത് മറ്റ് വരാപ്പുഴയിലേക്ക് പോകണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി. അവിടുന്ന് പിന്നീട് അത് വീണ്ടും സൈബർ റൂറലിലേക്ക്, സൈബർ PS പോകുന്ന സാഹചര്യം ഉണ്ടായി. അതേ ഘട്ടത്തിൽ തന്നെ DCP ഇത് കാക്കനാടിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത്തരത്തിൽ ഈ ഭരണമാറ്റത്തിന്റെയും പോലീസിലെ ഷഫ്ലിങ്ങിന്റെയും ഈ ട്രാൻസ്ഫറിന്റെയൊക്കെ സാഹചര്യത്തിൽ ആരും കേസെടുക്കാനോ ഇത് വലിയൊരു സാമൂഹിക വിപത്താണെന്ന് കാണാനോ ഒന്നും തയ്യാറായിട്ടില്ല. അത് പിന്നീട് ഇത് മാധ്യമ വാർത്തയാവുകയും ഇതിൽ ശക്തമായി കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പോലീസ് കേസെടുത്തില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയ ഘട്ടത്തിലാണ് ഇപ്പോൾ കേസെടുക്കാനെങ്കിലും തയ്യാറായിട്ടുള്ളത്. പക്ഷേ വളരെ ലഘുവായിട്ടുള്ള വകുപ്പുകൾ മാത്രമാണ് IT ആക്ടിൽ ചുമത്തിയിട്ടുള്ളത്. പ്രഥമ ദൃഷ്ടിയ ഈ പറയുന്ന 67A ഉൾപ്പെടെ, അതായത് നോൺ ബെയിലബിൾ ആയിട്ടുള്ള 5 വർഷം തടവ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കേസുകൾ എടുക്കാനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ഞാൻ കൈമാറിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നിരിക്കെയാണ് വളരെ ലഘുവായിട്ടുള്ള വകുപ്പുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ FIRനെതിരെ എന്റെ പരാതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ ഇവർക്ക് സാഹചര്യം ഒരുക്കിയതിനെതിരെ, അതുമായി ബന്ധപ്പെട്ടിട്ട് പോക്സോയും NDPS ഒന്നും എവിടെയും സ്പർശിക്കാത്ത രീതിയിലുള്ള ഒരു FIR വന്നതിനെതിരെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ അന്യായം ഫയൽ ചെയ്യുന്നതാണ്. ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇതിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമെങ്കിൽ പോക്സോ ഉൾപ്പെടെ NDPS ഉൾപ്പെടെ ഉള്ള വകുപ്പുകളിൽ കേസെടുക്കാൻ വേണ്ടിയിട്ട് ലോ ആൻഡ് ഓർഡർ പോലീസ് സ്റ്റേഷന് നിർദ്ദേശം നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പോലീസിന്റെ ഒരു മെല്ലെപ്പോക്ക് അത് തൊപ്പിയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ലിങ്കുകളടക്കം നീക്കം ചെയ്യാനൊക്കെ വലിയ രീതിയിലാണ് ഈ അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് സഹായിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ സൈബർ ബുള്ളിയിങ്ങും സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടുന്ന പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ സ്ത്രീകളും വിക്ടിംസും ഒക്കെ, റേപ്പ് വിക്ടിംസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പലപ്പോഴും ഒരു പരാതിയുമായിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്കും പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ കയറി ചെല്ലുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത് ഇത് ഫേസ്ബുക്കിലിട്ട ഒരു ഹേറ്റ്രഡ് ആണ്, ഒരു ബുള്ളിങ് ആണ്, അതുമായി ബന്ധപ്പെട്ടതാണ്. സോ ഞങ്ങൾക്കിത് മെറ്റ കമ്പനിയെയും ഫേസ്ബുക്കിനെയും യൂട്യൂബിനെയും ഒക്കെ നിന്നുള്ള വിശദാംശങ്ങൾ ആവശ്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള IP-യും പ്രോക്സിയും ഒക്കെ എടുക്കേണ്ടതുണ്ട്, മറ്റു വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാസ്റ്റർ സെർവർ ഉള്ള അമേരിക്കയിലെ ഹെഡ് ക്വാർട്ടറിൽ നിന്നൊക്കെ വേണം ഇതിന്റെ അനുമതി കിട്ടാൻ. ഈ പറയുന്ന മേത്തയ്ക്ക് ഇന്ത്യയിൽ റീജിയണൽ ഓഫീസ് ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഇവർ അമേരിക്കയിലേക്കൊക്കെ കത്തയച്ച് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇവിടെ പ്രഥമ ദൃഷ്ടിയ കേസ് എടുക്കാൻ പറ്റും, അത്തരത്തിലുള്ള ഒരു റെവലേഷനാണ്, അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. മാത്രവുമല്ല പോക്സോ ആക്ടിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു കുട്ടി ആക്രമിക്കപ്പെടാൻ, ലൈംഗികമായി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഒരാൾക്ക് ഒരു അപ്രിഹെൻഷൻ, ഒരു കൃത്യമായിട്ടൊരു അപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ, ഒരു ധാരണയുണ്ടെങ്കിൽ അത് അറിയിക്കണം പോലീസിനെ അല്ലെങ്കിൽ ചൈൽഡ് ലൈനെ, അതും അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലെങ്കിലും അറിയിക്കണം എന്നുള്ളത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ആണ് ഒരു പൗരന്റേത്. അങ്ങനെ ഒരു പൗരൻ ഒരു കുട്ടി ആക്രമിക്കപ്പെട്ടത് മനസ്സിലാക്കിയാലോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുമെന്നുള്ള ഒരു ധാരണയുള്ള പക്ഷമോ, ജെന്യൂൻ ആയിട്ടുള്ള ധാരണയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ട് നടന്നതാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പോലീസിനെ അറിയിക്കണം. അല്ലെങ്കിൽ പോക്സോ ആക്ടിലെ 21 പ്രകാരം 6 മാസം തടവ് ശിക്ഷ കിട്ടാമെന്നേ, അയാൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നേ. അപ്പൊ അങ്ങനെ ഇരിക്കെയാണ് പോക്സോ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ഞാൻ അതിന്റെ ലിങ്കുകൾ ഉൾപ്പെടെ നൽകിയത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവരുടെ ഈ പറയുന്ന തട്ടിക്കളിക്കൽ കൊണ്ട്, ഈ പരാതിയുടെ തട്ടിക്കളിക്കൽ കൊണ്ട് DCPയുടെ അടുത്തെത്തിയപ്പോൾ പോലും ഇതിൽ പകുതിയിലേറെ ലിങ്കുകൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കറപ്റ്റഡ് ആയിട്ടുണ്ട്, തുറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അത് 2 ആഴ്ചകൾക്ക് ശേഷം റൂറൽ സൈബർ PS എത്തിയ സമയത്ത് ഒരു പക്ഷേ എന്റെ പരാതിയിൽ പറയുന്ന ആരോപണങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, കൊറോബറേറ്റ് ചെയ്യുന്ന ലിങ്കുകൾ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവർക്കുണ്ടായി. അതുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള വകുപ്പുകൾ മാത്രം ഇടാൻ ഞങ്ങൾ നിർബന്ധിതരായത് എന്നുള്ള ഒരു എന്താണ് ദയനീയ കാര്യമാണ് അവരുടെ മറുപടിയായിട്ട് നമ്മളോട് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല,
പോലീസിന്റെ അനാസ്ഥ തന്നെയാണ് കൃത്യമായിട്ട് ആ ലിങ്കുകൾ യഥാസമയം പ്രിസർവ് ചെയ്യാതെ, യഥാസമയം അതിൽ നടപടിയെടുക്കാതെ, FIR ഇടാതെ, ജുറിസ്ഡിക്ഷൻ ഉൾപ്പെടെ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരാതി തട്ടിക്കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ഈ പറയുന്ന തൊപ്പിക്ക് ഗുണകരമായി, അല്ലെങ്കിൽ ഇവർക്ക് ഗുണകരമായി എന്നുള്ളതാണ്. എന്നാൽ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് ഇനിയും സാധ്യതയുണ്ടെന്നിരിക്കുകയാണ് ഈ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനുള്ള എന്റെ ഒരു തീരുമാനം ഞാനിപ്പോ ഇവരെ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.